ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച് വെച്ച പനീർ മസാലയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് പനീർ നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. 200 ഗ്രാം പനീറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വലിയൊരു പീസായിട്ട് വാങ്ങിയ പനീറിന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് പനീർ മസാല ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ. ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതിയാകും. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് നമ്മളിട്ട് ഇളക്കി കഴിഞ്ഞാലും ഇത് പനീർ പൊടിഞ്ഞു പോവും. ഇപ്പം നമ്മുടെ പനീർ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മാറ്റിയിട്ട് ഇതേ പാനിൽ തന്നെ നമുക്ക് പനീറിലേക്ക് വേണ്ട മസാല റെഡിയാക്കാനായിട്ട് എടുക്കാം. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. 2 വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. സവാള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ഷെയ്ഡ് മാറി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 2 വറ്റൽമുളകും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി പൊടികളും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാലയുടെയൊക്കെ നല്ലൊരു മണം വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പുളിപ്പുള്ള തക്കാളിയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ 1 തക്കാളിയേ എടുത്തിട്ടുള്ളൂ. ഒരു മീഡിയം സൈസിലെ തക്കാളി. ഇപ്പോൾ നിങ്ങൾക്ക് പുളിപ്പ് കുറഞ്ഞ തക്കാളിയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മീഡിയം സൈസിലെ തക്കാളിയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. തക്കാളിയൊക്കെ വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പനീറിൻ്റെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഈ മസാല തണുത്ത ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ജിഞ്ചർ ഗാർലിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 6 അല്ലി വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇടാം കേട്ടോ. അങ്ങനെ പ്രത്യേക അളവൊന്നുമില്ല. ഒരു 1/4 കപ്പ് തേങ്ങ ചിരികിയത് കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പനീറിന്ന് ഒരു പനീർ എടുത്ത് ജസ്റ്റ് ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെയാണ് നമുക്ക് പേസ്റ്റാക്കി എടുക്കേണ്ടത്. ഇതുപോലെ നല്ല പേസ്റ്റാക്കി വേണം എടുക്കാൻ. ഇനി മസാലയൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചേക്കുന്ന മസാല ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പനീറും കൂടി ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച് വെച്ച പനീർ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി വരും വരെ ടേക്ക് കെയർ.